കൈമേയ് മാറുന്നുള്ള സമാനതകളില്ലാത്ത രക്ഷാദൌത്യമാണ് മുണ്ടക്കൈയിൽ പുരോഗമിക്കുന്നത്. സൈനികർക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരും രംഗത്തുണ്ട്. പുത്തുമല ദുരന്തത്തിന് 5 വർഷം തികയാൻ ദിവസങ്ങൾ ശേഷിക്കെയാണ് മുണ്ടക്കൈയിൽ നാടിന് നോവായ ദുരന്തം. ഇന്നലെ വരെ അപരിചിതരായ ഒരു കൂട്ടം മനുഷ്യർ മണ്ണിനടിയിലായെന്ന വാർത്ത അറിഞ്ഞപ്പോൾ രക്ഷാകരങ്ങളുമായി എത്തുകയായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നല്ല മനസ്സുകൾ. പുലർച്ചെയുണ്ടായ അഗ്നിരക്ഷാസേന, പോലീസ്, വനം വകുപ്പ് എന്നിവർക്കൊപ്പം നിർണായകമായി പ്രദേശം നന്നായി അറിയാവുന്ന നാട്ടുകാരുടെ സഹായവും ഇടപെടലും. മതമോ ജാതിയോ നിറമോ ഭാഷയോ നോക്കാതെ ദുരന്തമുഖത്ത് രക്ഷാകരം കാത്തവരെ അവർ ജീവിതത്തിലേക്ക് തിരികെ നടത്തി. പ്രതികൂല കാലാവസ്ഥയും വീണ്ടും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയും അവഗണിച്ച് നിസ്വാർത്ഥരായി രംഗത്തിറങ്ങിയ ഇത്തരം മനുഷ്യരാണ് ദുരന്തബാധിതർക്ക് മുന്നിൽ സഹായഹസ്തം നീട്ടിയത്. ആരും ആവശ്യപ്പെടാതെ തന്നെ അപകടസ്ഥലത്തേക്ക് തിരിച്ചത് 100 കണക്കിന് ആളുകളാണ്. അപകടസ്ഥലത്ത് കൂടുതൽ ആളുകൾ എത്തുന്നത് മറ്റു പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന് മന്ത്രി പോലും ഭയന്നു. നിലവിൽ കൂടുതൽ പ്രവർത്തകർ എത്തേണ്ടെന്ന് മന്ത്രിക്ക് പറയേണ്ടി വന്നു. മുണ്ടക്കൈയിലെത്തിയ മന്ത്രിമാരും രക്ഷാപ്രവർത്തനത്തിൽ സമാനതകളില്ലാത്ത മാതൃകയാണ്. മന്ത്രി കെ രാജനും മുഹമ്മദ് റിയാസുമൊക്കെ സജീവ സാന്നിധ്യമായി. മുണ്ടക്കൈയിലെ ദുരന്ത മേഖലകളിലേക്ക് JCB അടക്കമുള്ള വാഹനങ്ങൾ എത്തിക്കാൻ കഴിയാത്തതിനാൽ ഹാമർ അടക്കം ഉപയോഗിച്ച് മേൽക്കൂരകൾ പൊളിച്ചാണ് ആളുകളെ പുറത്തെത്തിക്കുന്നത്. കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ജോലി തുടരുകയാണ്. തളർന്നു പോകാതെ ഒരു നാടിനെ താങ്ങി നിർത്താൻ കൈത്താങ്ങാവുകയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്ന സഹായങ്ങൾ. ഭക്ഷണവും വെള്ളവും വസ്ത്രവുമൊക്കെയായി മുണ്ടക്കൈക്ക് കൈത്താങ്ങേകാൻ കേരളമാകെ ഒന്നിച്ചിറങ്ങി. ഇനി മുണ്ടക്കൈയുടെ പ്രതീക്ഷ കേരളത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ഒത്തൊരുമയുടെ കരുതലും സ്നേഹവും മാത്രമാണ്. മീഡിയ 1 വയനാട്.